ഘടകകക്ഷികളെല്ലാം അവരവരുടെ മന്ത്രിമാരെ അങ്ങ് പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. അതിനിടയിലാണ് ഇന്ദിരാ ഗ്യാരണ്ടി വരുന്നത്. ഇതൊക്കെ നടപ്പാകും? ഇതൊക്കെ എങ്ങനെ നടപ്പാക്കും എന്നുള്ള കാര്യം എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇവരുടെ ഗ്യാരണ്ടികളെല്ലാം എടുത്ത് വളരെ വിശദമായി പരിശോധിച്ചു. അതിലിപ്പോൾ KSRTC വേണമെങ്കിൽ സൗജന്യമാക്കാം, അത് കുഴപ്പമുണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ അതോടുകൂടി KSRTC ഇല്ലാതാവുകയും ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്കും ബസ്സുകളൊക്കെ മാറ്റുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, KSRTC ഒന്ന് കരകയറി വരികയാണ്, രണ്ട് രക്ഷപ്പെട്ടു വരികയാണ്. അപ്പോഴേക്കും ഇവിടെ അത്തരത്തിൽ വനിതകൾക്ക് മുഴുവൻ സൗജന്യമാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഇല്ല. പക്ഷേ വനിതകൾക്ക് സൗജന്യമാക്കി കൊടുക്കുമ്പോൾ ഇപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഒരു ക്ലാരിറ്റി കുറവുണ്ട്. കാരണം കേരളത്തിനകത്ത് മാത്രമാണോ എല്ലാ വനിതകൾക്കുമാണോ എന്നൊക്കെ ചോദിച്ചാൽ നാളെ ബെൻസും BMW ഒക്കെ ഉള്ള വനിതകളിലൊക്കെ അതുകൊണ്ട് നിന്നിട്ട് ബസ്സിൽ കയറി പോകില്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പ്രൈവറ്റ് ബസ്സിൽ കയറുന്ന ആളുകളുടെ നമ്പർ കുറയുകയും KSRTC കയറുന്ന ആളുകളുടെ നമ്പർ കൂടുകയും ചെയ്യും. ഒന്ന്. രണ്ടാമത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കൊല്ലം മുതൽ അല്ലെങ്കിൽ തിരുവനന്തപുരം മുതൽ ജോലിക്ക് വരുന്ന ഗവൺമെൻറ് ജീവനക്കാരടക്കമുള്ള ആളുകൾ ട്രെയിനിൽ യാത്ര പോകുന്നവരാണ്, ട്രെയിനിൽ പോകുന്നവരാണ് സീസൺ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ അവരതിന് പകരം ഇനി ബസ്സിൽ കയറുമ്പോൾ ബസ്സിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊരു സ്ഥാപനത്തെ വളരെ മോശമാക്കാൻ സാധിക്കും. പക്ഷേ എങ്കിലും വേണമെങ്കിൽ അത് പ്രഖ്യാപിക്കാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ മറ്റേ ആണുങ്ങളുടെ റേറ്റ് അങ്ങോട്ട് കൂട്ടിയാൽ മതി. ഒരു 50-53% വനിതകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ഏതാണ്ട് ആണുങ്ങളുടെ റേറ്റ് ഒരു ഇരട്ടിയാക്കി എന്ത് ചെയ്യണം, കൂട്ടേണ്ടി വരും. എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ നിന്ന് പിടിക്കേണ്ട ടിക്കറ്റിൻ്റെ ചാർജും കൂടി ഭർത്താവിൻ്റെ നിന്ന് എന്ത് ചെയ്താൽ മതി, പിടിച്ചാൽ മതി. ഇതൊക്കെ തന്നെയാണ് കർണാടകയിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും വിചിത്രമായിട്ട് എനിക്ക് തോന്നിയേക്കണതെന്ന് പറഞ്ഞാൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ഓരോ കുടുംബത്തിനും ഉണ്ടാവും എന്നുള്ളതാണ്. അത് എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. ഇത് വെറുതെ പറഞ്ഞതാണോ അതോ ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 30,000-35,000 കോടി രൂപ വേണ്ടി വരും, ഏറ്റവും കുറഞ്ഞ പക്ഷം 25,000-30,000 കോടി വേണ്ടി വരും ഒരു കൊല്ലത്തെ പ്രീമിയം ആയിട്ട് കൊടുക്കാൻ. കാരണം എന്താ, ഒരു കുടുംബത്തിലെ ഓരോരുത്തർക്കും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ്. പക്ഷെ അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുക? പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആവശ്യമില്ലല്ലോ. പിന്നെന്തിനാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ? പിന്നെ എല്ലാവരും തന്നെ വലിയ വലിയ ഹോസ്പിറ്റലിൽ പോയി ചികിത്സിച്ചാൽ പോരെ. കാരണം നമുക്ക് എന്താണെങ്കിലും ഇൻഷുറൻസ് കിട്ടുമല്ലോ പറയുക. മനസ്സിലായോ? അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഒരു വലിയ കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് LDF സർക്കാർ വലിയ തോതിൽ വികസിപ്പിച്ചു കൊണ്ടുവന്ന ഈ കുടുംബാരോഗ്യ ക്ലിനിക്കുകളെയും ഒരു ഹെൽത്ത് സിസ്റ്റത്തെയും ഒക്കെ തകർക്കാനുള്ള പദ്ധതിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം കേരളത്തിലേക്ക് ബ്ലാക്ക് സ്റ്റോൺ അടക്കമുള്ള വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ ഏതാണ്ട് 6,000-7,000 കോടി രൂപ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുന്നു. ഈ 7,000 കോടി രൂപ തന്നെ വൈറ്റ് മണിയായി നിക്ഷേപിച്ചതാണ്. അതിനും അപ്പുറത്തേക്കുള്ള നിക്ഷേപങ്ങൾ മറ്റു പല ചെറിയ ഹോസ്പിറ്റലുകളും അവർക്കുണ്ട് എന്നുള്ളത് കേൾക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനികളുടെ ബാക്ക്ഗ്രൗണ്ടുള്ള ഹെൽത്ത് സെക്ടറിലൊന്നും വലിയ പ്രാധാന്യമില്ലാത്ത കമ്പനികൾ പോലും കേരളത്തിൽ ഇങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും പദ്ധതി ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അങ്ങനെ തന്നെയാണ് ഇന്ത്യയിൽ എല്ലാ പദ്ധതികളും എന്ത് ചെയ്തിട്ടുള്ളത്, നടപ്പായിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെ നടപ്പാക്കേണ്ട ആവശ്യം, അങ്ങനെ നടപ്പാക്കുകയാണെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരാളും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകില്ലല്ലോ. കാരണം അവന് റിനൈവ് മെഡിസിറ്റി കയറി കിടക്കാമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കാശ് ഇൻഷുറൻസുകാർ കൊടുത്തോളൂ എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട ആവശ്യം ഇല്ല. ഇത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള കുത്തകളെ സഹായിക്കാൻ ഉപകരിക്കുമോ? ഇനി അത് ഇവർ നടപ്പാക്കാൻ ഉദ്ദേശിച്ച് പറഞ്ഞാണോ നമുക്ക് ആദ്യം അറിയില്ല. നടപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു കാര്യമുണ്ട്. അതുകൊണ്ട് ഈ ഇന്ദിരാ ഗ്യാരണ്ടി എല്ലാം മുഴുവനായും വളരെ നന്നായി നടപ്പിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രഖ്യാപനങ്ങളൊക്കെ എന്ത് ചെയ്യും ഉണ്ടാവും. പിന്നെ അത് നമുക്ക് കാത്തിരുന്ന് കാണാമെന്ന് വിചാരിച്ചാണ് ഞാനൊക്കെ ഇരിക്കുന്നത്. ഈ അടിയിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈഡ് എന്ന് പറയുന്നത് മിക്കവാറും അതുണ്ടാവുമായിരിക്കും. അതായത് മറ്റേ പർച്ചേസിന് വായിച്ചാൽ മനസ്സിലാവില്ല. അതെ അതെ, അത് എല്ലാവരും തന്നെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ 10,000 രൂപയുടെ ബാഗ് ഫ്രീ എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ. അത് വലിയ പ്രീമിയം ബ്രാൻഡാണ്. ആ ബാഗ് നല്ല ബാഗാണ്. അപ്പോൾ നമ്മൾ എനിക്ക് 10,000 രൂപ ബാഗ് ഫ്രീയോ എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ താഴെ താങ്കൾ പറഞ്ഞ പോലെ കണ്ടീഷൻ ഉണ്ട്. കാരണം എന്ത് ചെയ്യണോ, നമ്മൾ 30,000 രൂപക്ക് പർച്ചേസ് ചെയ്യണം. അതായത് നമ്മളവിടെ ഒരു 5,000 രൂപയുടെ ഐറ്റം എന്ത് ചെയ്യണം, 30,000 രൂപ 50,000 രൂപ ആയിട്ട് പർച്ചേസ് ചെയ്യണം. അപ്പം 50,000 രൂപ ഐറ്റം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാം, ഷർട്ടോ ട്രൗസറൊക്കെ എടുക്കുമ്പോൾ കൊടുക്കുക. അപ്പം അതുപോലെയാണ്. പിന്നെ വേറെ ഇവിടെ അതിനേക്കാൾ വലിയ ഓഫർ അതിനേക്കാൾ വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം 1 ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഒരു ഫാമിലി ചെന്ന് 1 ലക്ഷം രൂപ പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധാരണ എന്ത് ചെയ്യില്ല, സംഭവിക്കുന്നൊരു കാര്യം അല്ല. ചിലർ പക്ഷെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഈ ബാഗ് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ പർച്ചേസ് ചെയ്യുന്ന ആളുകളുണ്ട്.
അപ്പം അതുപോലെയൊക്കെയുള്ള പല ഓഫറുകളുമാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടി അതുപോലെയുള്ള ഗ്യാരണ്ടികൾക്കതൊക്കെ വെച്ചേക്കുന്നത്. ഇതിന്റെ ഈ ആവശ്യം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്റെ കണ്ണിന് അത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ഇത് എങ്ങനെ സാധ്യമാകും എന്നുള്ളതാണ്. അതൊക്കെ പിന്നെ നടപ്പിലാക്കാം. എന്താ കാര്യം എന്നറിയോ? ഇതിന് അപ്ലൈ ചെയ്യണം, എലിജിബിലിറ്റി വേണം, നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റ് വേണം എന്നൊക്കെ പറഞ്ഞു ഒരു 150 സർട്ടിഫിക്കറ്റ് പറയുമ്പോഴത്തേക്കും ഇതിന്റെ പകുതി പേരും ഇത് എന്ത് ചെയ്യും? ഉപേക്ഷിച്ചിട്ട് പോകും. മനസ്സിലായോ? ഈ ചില കാര്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാം. എന്താണെന്ന് വെച്ചാൽ അവരെ നമ്മൾ ഒരിക്കലും ഇല്ലാത്ത കണ്ടീഷൻസ് നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ളതെങ്കിൽ നിങ്ങൾ തന്നെ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരിക്കലും വില്ലേജ് ഓഫീസിൽ നിന്ന് തഹസിൽദാർ ഓഫീസിൽ നിന്നൊന്നും എന്ത് ചെയ്യില്ല, പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് തരില്ല. അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നീട്ടാം. ഇപ്പൊ താങ്കൾ പറയുന്നത് എല്ലാവർക്കും പലിശരഹിത ലോൺ കൊടുക്കും എന്നുള്ള പ്രഖ്യാപനമൊക്കെ ഉണ്ട്. മനസ്സിലായി? കേന്ദ്ര ഗവൺമെന്റിലും ഉണ്ടാകും, കേരള ഗവൺമെന്റിലും ഉണ്ടാകും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതും നമ്മളിതൊക്കെ കേട്ടിട്ട് സന്തോഷമായിട്ട് രാവിലെ കുളിച്ചൊക്കെ റെഡിയും മുടിയൊക്കെ വാരി നേരെ ബാങ്കിലേക്ക് ചെന്ന് അവിടെ ചെന്ന് ഇരിക്കുമ്പോൾ അവർ പറയും ഇതൊക്കെ ശരി തന്നെ, പക്ഷെ നിങ്ങളുടെ വീടിന്റെ ആധാരം വേണം, മുന്നാധാരം വേണം, പിന്നെ പുറകിലുള്ള ആധാരം വേണം. ഇനി നിങ്ങൾ 5 കൊല്ലം കഴിഞ്ഞ് ഇത് വിൽക്കുകയാണെങ്കിൽ അന്നേരം മേടിക്കാൻ പോണ ആളുടെ ഫോട്ടോയും കൂടി വേണമെന്നൊക്കെ പറയുമ്പോൾ ഇത് 5 കൊല്ലം കഴിഞ്ഞ് വിൽക്കുന്ന ആരാണ് മേടിക്കുന്ന ആരാണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ വന്ന് ഇതിൽ നിന്ന് കുറേ ഒഴിവാകും. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നും ഒഴിവാകാൻ പറ്റില്ല. കേരളത്തിലെ എല്ലാ വനിതകൾക്കും ഫ്രീ എന്ന് പറയുമ്പോഴേക്കും പ്രശ്നം മാറി. പിന്നെ നിങ്ങൾക്കൊരു കണ്ടീഷൻ വെക്കാൻ പറ്റില്ല. ഇതിൽ KV ഗണേഷ് കുമാർ ചോദിച്ച ആദ്യത്തെ ഒരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും വലിയ എനിക്ക് തമാശയായിട്ട് തോന്നിയത്. നമ്മളിത് അത്ര ഗൗരവത്തിലൊന്നും സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. KV ഗണേഷ് കുമാർ ചോദിച്ചു. അതായത് ഇവിടെയുള്ള എല്ലാ സ്ത്രീകളും കൂടി കുറച്ച് പേരെ കൂടി വിചാരിക്കുകയാണ് ഞങ്ങളൊന്നും ബാംഗ്ലൂർ വരെ KSRTC ബാംഗ്ലൂർക്ക് സർവീസ് ഉണ്ട്, പോഷ് വണ്ടിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി എന്ത് ചെയ്യാം, ഒന്ന് ഫ്രീ ആയിട്ട് ബാംഗ്ലൂർ പോയിട്ട് 2 ദിവസം അവിടെ അത് അടിച്ചു വിളിച്ചിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ നിന്ന് ഒരു 50 സീറ്റുള്ള ബസ്, ആ 50 സീറ്റിലും എന്ത് ചെയ്യുന്നു, വനിതകൾ ബുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അവരെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ടൂർ പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പം വനിതകൾക്ക് ഗ്രൂപ്പ് ടൂർ ആകുമ്പോൾ പേടിക്കാനുമില്ല, അവിടെ ചെന്നിട്ട് എന്ത് ചെയ്താൽ മതി. അപ്പോൾ അവിടുത്തെ ഫുഡും അക്കോമഡേഷൻ മാത്രം എടുത്താൽ മതി. ഇതൊക്കെ എവിടെയെങ്കിലും എങ്ങനെ നടപ്പാക്കുമെന്നൊന്നും ആലോചിച്ചിട്ട് വെളിവുള്ള ആളുകൾ എഴുതിയതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതല്ല അതുപോലെ തന്നെയല്ലേ LS ഉണ്ട്, ഓർഡിനറി ഉണ്ട്, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്, അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ, വിഭാഗങ്ങളുണ്ട്. ഇതിൽ ഏതിലാണെന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. എന്റെ പൊന്നു പ്രജിത, ഇത് ഏതിലാ? പിന്നെ നാട്ടുകാർക്ക് മുഴുവൻ വെളിവില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും. ഇപ്പൊ ഇന്നലെ തന്നെ മഹിളാ മോർച്ച സമരം നടത്താൻ പോകുന്നു. അതായത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലെന്നുള്ളത് മഹിളാ മോർച്ചക്ക് അറിയാൻ പാടില്ല. അത് ഭയങ്കര തിരിച്ചടിയായി BJPക്ക്. അല്ല, BJP ഒക്കെ എന്ത് ഒന്നാ മഹിളാ മോർച്ച എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചെന്താണെന്നറിയോ, മഹിളാ മോർച്ചയുടെ വല്ല മണ്ഡലം കമ്മിറ്റിയോ വല്ല ബ്ലോക്ക് കമ്മിറ്റിയോ ഏരിയ കമ്മിറ്റിയോ ഒക്കെ എനിക്ക് തീരുമാനിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിയില്ലെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. അങ്ങനെയല്ലേ ഇത് തീരുമാനിച്ചത്? ഞാൻ ഇന്ന് വിശദമായി രാവിലെ എൻ്റെ സമയം കളഞ്ഞ് വെറുതെ ഞാൻ ഇതിൻ്റെ പുറകെ ഒന്ന് അന്വേഷിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് മത്സരിച്ചിട്ടുള്ള അശ്വിനി മുതലുള്ള ആളുകൾ ഇതിന് പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയിരിക്കണം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJPയുടെ സംസ്ഥാന നേതൃത്വം പറഞ്ഞു കൊടുത്തേക്കുന്ന ഐഡിയ, നമ്മളിപ്പോൾ നാളെ ഇവിടെ മഹിളാ അസോസിയേഷൻ സമരം ചെയ്താലും DYFI സമരം ചെയ്താലും ഇതിൻ്റെ ഐഡിയ അപ്രൂവൽ എടുക്കുന്നത് CPM-ൽ നിന്നാണ്. ഇത് എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ BJPയുടെ നേതൃത്വം പറഞ്ഞു കൊടുത്തേക്കുന്ന ഐഡിയ ആണ്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനും അനൂപിനും ഷോൺ ജോർജും ഒക്കെ എന്ത് ചെയ്തു പോയി. മുഖ്യമന്ത്രി ഇപ്പോഴും പിണറായി വിജയൻ തന്നെയാണ് ഇവർക്ക് മനസ്സിലായിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഞങ്ങളാരും ടിക്കറ്റ് എടുക്കില്ല. ഇനി അവർക്കെതിരെ വന്ന കേസപ്പ് ഊരിപ്പോലും എന്നറിയാൻ പറ്റുമോ? പഴയ പോലെയല്ല ഇപ്പം നിങ്ങളൊരു വാഹനത്തിന് കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്ലെറിഞ്ഞ് ഡാമേജ് ഉണ്ടായതിൻ്റെ കാശി കെട്ടിവെച്ചിട്ടേ ജാമ്യം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മറ്റേ പണ്ടത്തെ പോലെ പണ്ടൊക്കെ SFIക്കാരൊക്കെ സമരം ചെയ്യുമ്പോൾ ബസ്സൊക്കെ കത്തിച്ചിട്ട് സുഖമായിട്ട് വീട്ടിൽ വന്നിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പോരാം. അതുപോലെ പോരാൻ പറ്റില്ല. ഇപ്പോൾ ബസ്സിൻ്റെ കാശടക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ സമരം ചെയ്യുന്ന ആളുകളൊക്കെ ഉള്ളത് കൊണ്ടിട്ട് കുറച്ച് കാലം കൂടി ഇത് എന്ത് ചെയ്യും, പിടിച്ചേക്കും. പക്ഷേ ഭരണത്തിലേറി ഒരു 10 ദിവസം 15 ദിവസം 25 ദിവസം കഴിയുമ്പോഴത്തേക്ക് ചോദ്യം വരും. ഇത് എവിടെ നിന്നുള്ള ചോദ്യം വരും. ഈ ചോദ്യം വരുന്നത് മുതൽ പഴയ പോലെ സോഷ്യൽ മീഡിയയിലെ ഉന്തും തള്ളും കൊണ്ടും മാത്രം ഇമേജ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞോടെ ചർച്ച ചെയ്ത കാര്യം വരാൻ പോണ. ആ പുള്ളിയാണെങ്കിൽ നടക്കുന്നതേ പറയുമായിരുന്നില്ല, കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്ന് പറയാം. ആരെക്കുറിച്ച്? പിണറായിനെ കുറിച്ച്. ഇവരാണെങ്കിൽ എന്ത് പറയും? ഇപ്പം തന്നെ ഇവരൊരു നിലപാട് മാറ്റിയിട്ടുണ്ട്. അത് താങ്കൾക്കറിയോ? വയനാടിൻ്റെ മറ്റേ തുരങ്കപാത നിർമ്മാണം ഇതെല്ലാം ഞങ്ങൾ അനുവദിക്കില്ല, എതിർക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നലെ തന്നെ പിണറായി വിജയനെ കണ്ട് കയ്യും പിടിച്ച് ചായ കുടിച്ച് വന്ന് CD സ്റ്റേഷൻ അപ്പം തന്നെ പറയണത് അങ്ങനെ പഴയ ഗവൺമെൻറ് തുടങ്ങിയ പദ്ധതികളൊന്നും നമുക്ക് എതിർക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ കേരളം ഉണ്ടാവുമെന്നൊക്കെ പുള്ളി നമ്മളോട് ചോദിച്ചു വെക്കണം. നമ്മളാറ്റേ പറഞ്ഞത് എതിർക്കാൻ. പുള്ളി ജനത്തിനോട് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ പിന്നെ കേരളം ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കണം. ആരോട്? അപ്പം ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ പുള്ളിയെ വിളിച്ച് ചോദിക്കണം. അല്ല നിങ്ങളല്ലേ നമ്മളോട് പറഞ്ഞല്ലേ, നമ്മൾ നിങ്ങളോട് പറഞ്ഞേ ഇതൊക്കെ എതിർക്കാൻ, ഇവരെ കേരള ഇതിനെയൊക്കെ എതിർക്കാൻ നമ്മൾ പറഞ്ഞ ഇല്ല. പിന്നെ നമ്മളോട് ചോദിക്കണം എന്തിനാ സുഹൃത്തെ?
പിന്നെ മാധ്യമപ്രവർത്തകർക്ക് വെളിവ് ബോധമില്ലാത്തതുകൊണ്ട് അവർ പാവം രാവിലെ ഇതൊക്കെ ഓടിപ്പാഞ്ഞ് 2-2.5 മണിക്കൂർ എവിടെയെങ്കിലും തൂങ്ങി തിരിഞ്ഞ് നിന്നിട്ട് ലാസ്റ്റാണ് ഇവരെ കിട്ടണത്. അപ്പം ഈ ചോദ്യമൊക്കെ ഇവർ മറന്നു. ഈ ബൈറ്റ് കൊടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഫ്രീ ആകാമെന്ന് വിചാരിക്കണം. ഈ ബൈറ്റ് എങ്ങനെ മിസ്സായി പോയാൽ അവൻ്റെ ജോലി അവിടെ നിന്ന് എന്ത് ചെയ്യും? അതാണ് അതിൻ്റെ കാര്യം. അപ്പം അതുകൊണ്ട് ഈ ഗ്യാരണ്ടികളൊക്കെ ഇത് ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള പ്രശ്നമാണ്. വലിയ സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമാണ്. ഇതുപോലെ പലതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പം തെലങ്കാനയിൽ പ്രഖ്യാപിച്ചിട്ട് കാര്യമുണ്ട്. എന്നാണ് അവിടെ 1 ലക്ഷം വനിതകളെ കോടീശ്വരന്മാരാക്കും എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു സ്കീമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് കേരളത്തിൽ കൊണ്ടുവന്ന് പരസ്യം കൊടുക്കണം. അവിടെ പരസ്യം കൊടുക്കാൻ പറ്റില്ല, കാരണം അവിടെ ആളുകൾക്കറിയാലോ ആരെയും കോടീശ്വരന്മാരാക്കിയിട്ടുള്ളത്. ഇവിടെ എന്ത് ചെയ്യണേ ഇത്? അതുകൊണ്ട് ഒന്നുകിൽ ഇതിൻ്റെ മുന്നിൽ വലിയ തന്ത്രങ്ങളുണ്ട്. ആ തന്ത്രം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആരോഗ്യരംഗത്തെ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് ഇല്ലാതാക്കുകയും ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് വളരാനുള്ള വലിയ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇൻഷുറൻസ്. സത്യത്തിൽ അങ്ങനെ ഒരു ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. ആ 30,000-35,000 കോടി ഇവിടെ കേരളത്തിലെ ബഡ്ജറ്റിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കുന്ന 12,000-13,000 കോടി രൂപയാണ്. ആ 13,000 കോടി രൂപയുടെ കൂടെ ഒരു 5,000 കോടി രൂപ ഇട്ടിട്ട് ഒരു എല്ലാ വലിയ ചികിത്സകളെല്ലാം അങ്ങോട്ട് ഫ്രീ ആയിട്ട് കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ അതിൻ്റെ പണം ഗവൺമെൻറ് അടക്കമെന്ന് വിചാരിച്ചാൽ പോരെ? എന്തിനാണ് ഇത്ര വലിയ ഇൻഷുറൻസ് സ്കീം? ഇത് അമേരിക്കയിലും വിദേശത്തൊക്കെ ഉള്ള ഒരു സ്കീമാണ്. അവിടെ ഒന്നും ഇത്തരത്തിലുള്ളൊരു പബ്ലിക് സിസ്റ്റം നിലവിലില്ല. എന്തൊക്കെ തന്നെ കുറ്റം പറഞ്ഞാലും പിണറായി വിജയൻ സർക്കാർ ഇരുന്ന കാലത്ത് പ്രചോദനം അന്വേഷിച്ച് നോക്കൂ. ആദ്യം ഒരു ഡോക്ടറും ഒരു ക്ലിനിക്കുമായിട്ടിരുന്ന ആരോഗ്യ സെൻ്ററുകളെ, ഹെൽത്ത് സെൻ്ററുകളെ പിന്നീട് അത് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയും അവിടെ തന്നെ ടെസ്റ്റുകൾ അടക്കം നടത്താനും റിസൾട്ട് കിട്ടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഞാനിത് ഇത്രയും കൃത്യമായിട്ട് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്തുനിന്ന് ഒരു 100 മീറ്റർ അപ്പുറത്ത് അത്തരത്തിലുള്ളൊരു കേന്ദ്രമുണ്ട്. ഞാൻ ഞെട്ടിപ്പോകുന്നൊരു കാര്യമുണ്ട്. കാരണം ഒരുപാട് സമ്പന്നരായിട്ടുള്ള വലിയ ആളുകളടക്കം നിരവധി പേർ അവിടെ വന്ന് ചികിത്സക്ക് വേണ്ടി മേടിക്കുന്നുണ്ട്. നേരത്തെ അതൊരു ചെറിയ സ്ഥലമായിരുന്നു. ഇപ്പോൾ ആ ബിൽഡിംഗ് കുറച്ചുകൂടി വലുതാക്കി പുതുക്കിപ്പണുകയും അവിടെ തന്നെ ടെസ്റ്റും ലാബും നിരവധി കാര്യങ്ങളും നടത്താൻ കഴിയുന്ന ഒരു സെൻ്ററാക്കി മാറ്റുകയും ഇവൻ മരുന്ന് അവിടെ നിന്ന് കൊടുക്കാൻ കഴിയുന്ന സെൻ്ററാക്കി മാറ്റുകയും ചെയ്തു. അതിൻ്റെ ഒരു 200 മീറ്റർ അപ്പുറം ഗവൺമെൻറ് തന്നെ ഇതുപോലെ ആയുർവേദത്തിൻ്റെ ക്ലിനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ, തുറന്നു പറഞ്ഞാൽ താങ്കൾ അറിയേണ്ടത് കേരളത്തിലെ കണക്കുകൾ പരിശോധിച്ചാൽ 1000-1700 വരുന്ന ചെറിയ ഡിസ്പെൻസറികളടക്കം പൂട്ടിപ്പോയിട്ടുണ്ട്. കാരണം ചെന്നാൽ 300 രൂപ പോകും. ഇത് 1 രൂപ പോലും വേണ്ട, ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാം? അപ്പം അത്തരത്തിലുള്ള വലിയ സൗകര്യങ്ങളുള്ള മേഖലയിൽ ഇവരെന്താണ് ഈ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയാൻ പാടില്ല. KSRTC ഇവരുടെ കാലത്ത് എങ്ങനെയാണ് നടത്തിക്കൊണ്ടുവന്നാൽ ഇത് പൂട്ടണം എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയാണ് നമുക്കറിയാം. അതുകൊണ്ട് ഇതൊക്കെ നടപ്പാക്കുക എന്ന് പറയുന്നത് എന്തായിരിക്കും? വലിയ വലിയ ശ്രമകരമായിട്ടുള്ള കാര്യമായിരിക്കും ഒന്ന്. രണ്ടാമത്തെ, ഇതിൻ്റെ ഒപ്പമാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു ഞെരുക്കൽ കൂടി ഉണ്ടാകാൻ പോകുന്നത്. ഇനി ഏറ്റവും വലിയ അടുത്ത പ്രശ്നം കൂടിയുണ്ട്. ഇതൊക്കെ പിണറായി വിജയൻ ചെയ്താൽ കുഴപ്പമില്ല, വാഗ്ദാനം നടപ്പാക്കിയില്ലെങ്കിൽ. പിണറായി വിജയൻ നടപ്പാക്കായിരുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞ പുള്ളിയാണെങ്കിൽ നടപ്പാക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം ഇവിടെ സമരം ചെയ്യാനായിട്ട് വലിയ ആളുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ ഓപ്പോസിറ്റ് ആരൊക്കെയാണെന്ന് കൂടി ആലോചിക്കണം. ആരൊക്കെയാണ്? ഒന്ന് CPM, രണ്ടാമത്തത് BJP. BJPയുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടില്ല, പക്ഷെ സമരം ഇന്ന് തന്നെ ചെയ്തേക്കാന്ന് എന്ത് ചെയ്തു? അത്ര വെമ്പലോടുകൂടി അവർ എന്ത് ചെയ്യാൻ നിൽക്കണേ. അപ്പം അപ്പുറത്ത് CPM സമരത്തിൻ്റെ മഹാവേലിയേറ്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നത്, കാണാൻ പോകുന്നത്. അതുകൂടാതെ കസേര എല്ലാ ദിവസവും VD സതീശൻ നോക്കേണ്ടി വരും. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ അപ്പുറത്ത് ജസ്റ്റ് ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ സ്വന്തം പാർട്ടിയിലെ ആളുകൾ തന്നെ അപ്പുറത്തേക്ക് അത് ചെയ്തിട്ടോ. അപ്പം അതുകൊണ്ട് വലിയ തലവേദനയാണ് അവർ കാത്തിരിക്കുന്നത്. ഇതൊന്നും നടപ്പാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. നടപ്പാക്കിയാൽ തന്നെ അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിഭീകരമായിരിക്കും.